ഇൻ യുവർ മൂവി കൂതറ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അതായത് ഒരു വ്യത്യസ്തമായിട്ട് സിനിമ കണ്ട് തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ ഈ പറയുന്ന മലയാള സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് ഈ മമ്മൂക്ക, ലാലേട്ടൻ, ഇങ്ങനെ രണ്ടുപേരുടെയാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കയറാൻ പറ്റുമോ എന്ന് പോലും അറിയാതെ നടന്നൊരു സമയമുണ്ട്. എനിക്ക് സിനിമയിൽ ഞാൻ വരുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ ബോയുടെ പോലും നമ്പറില്ല, എനിക്ക് യാതൊരു കോൺടാക്ട്സും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ സിനിമയിൽ കയറി പറ്റിയത് തന്നെ വലിയ സന്തോഷം നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൂതറ എന്ന് പറയുന്ന സിനിമയിൽ വൺ ഓഫ് ദി ഹീറോസ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ലാലേട്ടനാണ് അതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തത്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിരുന്നു. എക്സൈറ്റ്മെന്റിന്റെ ഒരു പീക്കിലെത്തിയിട്ട് ഒരു നമ്പ് അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ് അവിടെ. അപ്പോൾ അത്രയും ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു ജനക്കൂട്ടം ആ ഒരു ദിവസം ലാലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഷൂട്ട് നടക്കുന്നതിന്റെ അടുത്തൊക്കെ ലാലേട്ടൻ വരുന്നു. അവിടെ ഷൂട്ട് നടക്കുന്നതിന്റെ പേരിൽ ലാലേട്ടന്റെ ഫ്ലെക്സുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വീടിന് ചുറ്റും ആൾക്കാരാണ്. ആ ചുറ്റുമുള്ള ആൾക്കാർ കാരണം കൊണ്ട് ലാലേട്ടന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൊക്കേഷനിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മളെ ആൾക്കാരെ അനുനയിപ്പിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കും ആഗ്രഹമുണ്ട് ലാലേട്ടനെ കാണുന്നത്, ഞാൻ ചാടി വീഴും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സീനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ചുള്ള സീൻ എടുക്കുമ്പോൾ ഞാൻ ഷോട്ടിന്റെ സമയത്ത് അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. എങ്ങനെ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ഞാൻ ടൊവിനോ. അത് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാണല്ലോ, അപ്പൊ അതിനിടയ്ക്ക് എന്തായാലും ഇൻട്രൊഡ്യൂസ്ഡ് ആവും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട്. ഞാൻ ആക്ച്വലി കൂതറ എന്ന് പറയുന്ന സിനിമ അത് കാണുന്നതല്ല, അത് അറിയുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മ്യൂസിക് ആണ് ശരിക്കും ഞാൻ നോട്ടീസ് ചെയ്തത്. അതൊരു ജോണർ മിക്സ് ഓഫ് ഡബ് സ്റ്റെപ്പ്, ട്രാൻസ്, യൂഷ്വൽ മലയാളം സോങ്സ് കാണുന്നതിൽ വ്യത്യസ്തമാണ്. അതായത് അതിനകത്തൊരു കൺട്രി സോങ് ഉണ്ടായിരുന്നു, ഒരു ഡബ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മെലഡി ഉണ്ടായിരുന്നു, റോക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ലാത്ത, യൂസ്ഡ് അല്ല. അപ്പോ ഇപ്പോ കഥകളി അറിയാത്തൊരാള് കഥകളി പറ്റി കേട്ടിട്ട് പോലും ഒരാൾ വന്ന് കഥകളി കാണുമ്പോ അയ്യേ ഇതെന്താ എന്നാണ് ആദ്യം ചോദിക്കുക. കാര്യം അവർക്ക് അറിയില്ല അത് എങ്ങനെ എൻജോയ് ചെയ്യാം. അതായത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പാട്ട് തന്നെ മലയാളത്തിൽ അതെ ഓരോ മൂഡിനനുസരിച്ചാണ്. അപ്പൊ ആ അപ്പൊ ഡബ് സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞാലും കോളേജിലൊരു നല്ലൊരു കാലഘട്ടം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഒരു അടിച്ചുപൊളിയിൽ അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡബ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഇതൊക്കെ അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വോയിസസ്, അതായത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ യൂസ്ഡ് ആയിട്ടൊരു വഴി കൂടെ അല്ലാതെ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ സിനിമ തീർച്ചയായിട്ടും എക്സ്പെരിമെന്റ് ആയിരുന്നു. ഒരു പട്ടിക്കുട്ടിയോട് പറയുന്ന കഥയാണത്, അല്ലാതെ അതൊരു വലിയൊരു സീരിയസ് സംഭവമൊന്നുമല്ല. ഈ റിവ്യൂസിനെ കുറിച്ച് ബിക്കോസ് യു വർ സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്, ഒത്തിരി ആക്ടേഴ്സ് ഞങ്ങളൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർജാം വന്ന ഒത്തിരി പേര് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ബാഡ് റിവ്യൂ വരുമ്പം അത് കഴിഞ്ഞ് ആ സിനിമയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതായത് ആൾക്കാർ അതൊരു സ്റ്റോപ്പ് വരുവാണ്, അതായത് ആൾക്കാർക്ക് കാണാൻ വരാൻ വേണ്ടി. ഈ സത്യം പറഞ്ഞാലേ റിവ്യൂസ് പറയാം, അതിപ്പോ ആർക്ക് വേണമെങ്കിലും പറയാം, അതിനെ പറ്റിയൊന്നും അതിന് ഇത്രയും വലിയ പഠിപ്പൊന്നും വേണ്ട. എല്ലാവരും സിനിമ എടുക്കുന്നത് നന്നാവാൻ വേണ്ടി തന്നെയാണ്. ഒരിക്കലും ഒരു മോശം സിനിമ എടുത്തേക്കാം എന്ന് വെച്ചിട്ട് ആരും സിനിമ എടുക്കാൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹാർഡ് വർക്കിന്, അതിന്റെ പിന്നിലുള്ള എഫേർട്ടിന് ഒരു ചെറിയ റെസ്പെക്ട് ചെയ്യാം. ഒരാളെടുക്കുന്ന പണിയാണ്. കുറച്ചല്ല, അതായത് ഒരു സിനിമ ഇറങ്ങിയിട്ട് 2-ാം ദിവസം ചാനലിലോ ഏതെങ്കിലും ഓൺലൈൻ മീഡിയയിലോ ആ സിനിമ മോശമാണ് എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇടുന്നത് തെണ്ടിത്തരമാണ്. കാര്യം വേറൊന്നുമല്ല, മീഡിയ എന്ന് പറയുന്ന ഒരു മാസ് ഹിപ്നോട്ടിസമാണ്. ഇപ്പം ഞാൻ നാളെ കയറി ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും റിവ്യൂ റൈറ്ററിന് എയ്ഡ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മിനിമം 1000 പേരെങ്കിലും അത് കാണും, 100 പേരെങ്കിലും അത് വിശ്വസിക്കും, ഒരാളെങ്കിലും അയാളോട് പോയി ചോദിക്കും. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഞാൻ എടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റിനുണ്ടാവുന്ന റെസ്പോൺസ് ആണ് ഞാൻ ഈ പറയുന്നത്. സിനിമയിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ടേസ്റ്റുകളുണ്ട്. ഒരുപാട് പേര് മോശം എന്ന് പറഞ്ഞ സിനിമയാണ് DVD ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഗംഭീര അഭിപ്രായമായിട്ട് എന്നെ വിളിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലെന്താണ് അർത്ഥം എനിക്കറിയില്ല. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇഷ്ടപ്പെടാത്തവർ അത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളവർ കൂടെ അത് കണ്ടില്ല, അവർ കാണുന്നത് പിന്നീട് DVD ഇറങ്ങുമ്പോഴാണ്. അപ്പൊ അത് ആസ് എൻ ആക്ടർ എനിക്കും നഷ്ടമാണ്, പ്രൊഡ്യൂസർക്കും നഷ്ടമാണ്,
ആ സിനിമയിൽ എടുത്ത എഫേർട്ട് എടുത്ത എല്ലാവർക്കും നഷ്ടമാണ്. അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കാണാതിരുന്നാൽ, ഒരാൾ കാണാതിരുന്നാൽ 100 രൂപ പോയേ പ്രൊഡ്യൂസറെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ റിവ്യൂ റൈറ്റേഴ്സ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടാം ഫേസ്ബുക്ക് പോസ്റ്റ്, ആരെ പറ്റി വേണമെങ്കിലും എനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദ ഷോ. ഇറ്റ് വാസ് അമേസിംഗ് മീറ്റിംഗ് യു. താങ്ക് യു സോ മച്ച്. സെയിം ഹിയർ. നാളെത്തും വണ്ടേ ആളാകും വണ്ടേ. Every door has one day.